LDF തെക്കൻ മേഖലാ ജാഥ തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. പാറശാല നിയോജക മണ്ഡലത്തിലെ ജാഥയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുകയാണ് ജാഥ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ എവിടെയാണ് നൃപനുള്ളത്? സമസ്ത മേഖലയിലുള്ള ജനങ്ങളും ആ ജാഥയ്ക്കൊപ്പം അണിചേരുന്നുണ്ട്. കടുത്ത വേനൽക്കാലമാണ്. പകൽ സമയത്തുള്ള ആ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള ചൂടായിരുന്നു. കാട്ടാക്കടയിൽ നിന്ന് ഇന്ന് ജാഥ ആരംഭിക്കുമ്പോൾ തന്നെ കനത്ത വലിയ തരത്തിലുള്ള കടുത്ത ചൂടിനിടയിലും ജാഥയ്ക്ക് ആവേശത്തോടെ സമസ്ത വിഭാഗങ്ങളിലുള്ള ജനങ്ങൾ, കർഷക തൊഴിലാളികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, അങ്ങനെ സമൂഹത്തിന്റെ ആഭാരമൊത്തം ജനങ്ങളും ജാഥയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തന്നെയാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ ജാഥയുടെ മുമ്പാണ് ജാഥ ഒപ്പം തന്നെ ജാഥ മാനേജർ എം സ്വരാജ് ജാഥാ സ്ഥലത്തേക്ക് പ്രവേശിച്ചത്. വലിയ തരത്തിലുള്ള ആവേശജനകമാണ് സ്ഥലം. അടക്കമുള്ള നേതാക്കൾ, ഒപ്പം തന്നെ ജാഥയിൽ നയിക്കുന്ന അംഗങ്ങളുണ്ട്. അടക്കമുള്ള നേതാക്കൾ നെയ്യാറ്റിൻകരയിലേക്ക് എത്തിയിട്ടുണ്ട്. മാനേജറുമായിട്ടുള്ള എം സ്വരാജ് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. എല്ലാ പ്രദേശത്തും നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാ പ്രദേശത്തും വലിയ തരത്തിലുള്ള ആവേശം വിതച്ച ഒരു ജാഥയായി തെക്കൻ മേഖല ജാഥ ജാഥയ്ക്ക് വലിയ തരത്തിലുള്ള നാടിന്റെ വികസനം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നൽകിയ വികസന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന മേഖലയിലെ വികസന നേട്ടങ്ങൾ ഇവയെല്ലാം ഊന്നി പറയുന്നതിനൊപ്പം തന്നെ ഈ നുണപ്രചരണങ്ങൾ വിഭാഗ മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും BJP നടത്തുന്ന നുണപ്രചരണങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യം കൂടി ജാഥയ്ക്കുണ്ട്. അതിന്റെ ആ ലക്ഷ്യം മനസ്സിലാക്കി ജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്നത്. ജാഥ ഇന്ന് കാട്ടാക്കടയിൽ നിന്ന് ആരംഭിച്ചു. തൊട്ടടുത്ത നിയോജക മണ്ഡലമായ പാറശാലയിലാണ് രണ്ടാമത് വൈകിട്ട് ജാഥ ഉച്ചഭക്ഷണം ആരംഭിച്ചത്. ഇനി ഇപ്പോൾ ജാഥ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലാണ്. തുടർന്ന് ജാഥ കോവളം അസംബ്ലി മണ്ഡലത്തിൽ സാധിക്കും. കോവളത്ത് ബാലരാമപുരം ാണ് ജാഥയുടെ പൊതുയോഗം നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഥകളിലും വലിയ തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ആവേശം വിതറിയ ജാഥ ഞാൻ പറഞ്ഞതുപോലെ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും കടുത്ത വേനലാണ്. ഈ കടുത്ത വേനൽ ചൂടിലും ജാഥാ സ്ഥലത്തേക്ക് സമസ്ത മേഖലയിലെയും ജനങ്ങൾ ഒഴുകിയെത്തുന്നു എന്നതാണ്. ഇത് നെയ്യാറ്റിൻകരയിലെ ദൃശ്യമായിരുന്നുവെങ്കിൽ കാട്ടാക്കടയിലും ഒപ്പം തന്നെ പാറശാലയിലും സമാനമായ ദൃശ്യമാണ്. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം ജാഥ സമാപിച്ച അരുവിക്കരയിൽ ജാഥ ക്യാപ്റ്റൻ അടക്കമുള്ള സംഘം എത്തിച്ചേർന്നത് 3 മണിക്കൂർ താമസിച്ച ശേഷമാണ്. അപ്പോഴും ജനങ്ങൾ, സമൂഹത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളും ജാഥയെ ഉറ്റുനോക്കാൻ, ജാഥയെ കാണാൻ, ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ ഇന്നും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തമാണ് ജാഥയെ സ്വീകരിക്കാനുള്ളത്. ഷമി, LDF തെക്കൻ മേഖലാ ജാഥ ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ എത്തിയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് കോവളം നിയോജക മണ്ഡലത്തിൽ ജാഥയുടെ സമാപനം. ബാലരാമപുരം, കോവളം 2 സ്ഥലങ്ങളിൽ സ്വീകരണമുണ്ടാകും. എല്ലാ സ്ഥലങ്ങളിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്.